നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അവന്തികയും വേണു നവീനും കൂടെ സംസാരിക്കുന്ന സമയത്ത് വേണു ചോദിച്ചു, അല്ല അനി അവന്തികയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചോ? നവീൻ പറഞ്ഞ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലോ, അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ ഈ ആലോചന കൊണ്ടുവന്നിരിക്കുന്നേ, അപ്പൊ അവന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അനാമിക പറഞ്ഞു, പിന്നെ അവനല്ലായിരിക്കണം, അവനാ നന്ദുവിന്റെ പിന്നാലെ തന്നെയാ. നന്ദുവിനോട് അവൻ അത്രയ്ക്ക് പ്രേമല്ലേ, മുടിഞ്ഞ പ്രേമല്ലേ, തിരിച്ച് അവൾക്കും അതുപോലെ തന്നെയാ. അത് കേട്ടപ്പോ നവീന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. നവീൻ പറഞ്ഞു, അനിക്ക് പ്രേമമുണ്ടെന്നുള്ള ശരി തന്നെ, പക്ഷെ നന്ദുവിന് അങ്ങനെയൊന്നും ഇല്ല, നന്ദുവിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞ് നവീൻ ദേഷ്യപ്പെട്ടു. അതെ, നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അവന് ഡിവോഴ്സ് കൊടുക്ക്. വേണു പറഞ്ഞു, കിട്ടാനുള്ളത് കിട്ടാതെ എന്താണെങ്കിലും ഡിവോഴ്സ് കൊടുക്കത്തില്ല സാറേ. ഇനി നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അനാമിക വേണിനോട് പറഞ്ഞ്, കണ്ടില്ലേ, ഇപ്പൊ അവന്റെ തലയ്ക്കും ഈ പറയുന്ന നവീൻ വക്കീന്റെ തലയ്ക്കും നന്ദുവിനോടുള്ള പ്രേമ അസ്ഥയ്ക്ക് പിടിച്ചിരിക്കുവാന്ന് തോന്നേ, അവന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയാ തോന്നേ. അപ്പോഴേക്കും വേണു പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോളെ, എനിക്കും അത് തന്നെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുക. മുത്തശ്ശിയോട് പറഞ്ഞു, എലിസബത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആയുർവേദ മരുന്നുകൾ കൂടെ മോൾക്ക് വാങ്ങിക്കൂടെ കൊടുക്കണമെന്ന്. ഈ സമയത്ത് മോള് ഇത്ര സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലാത്ത, പക്ഷേ എങ്കില് ആ ഫെസ്റ്റിന് വേണ്ടിയിട്ട് മോള് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് വരയ്ക്കാനായിട്ട്, അപ്പൊ അതിൻ്റെതായ ആരോഗ്യം കാര്യങ്ങളൊക്കെ വേണ്ടേ. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് വരുന്നേ. അനി വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അതെ, ഫെസ്റ്റിലെ വരുന്നേ ആ കോമ്പറ്റീഷന്റെ സമയത്ത് ആദർശ എണ്ണം കൂടെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. എന്തിനാടാ അവനെ കൂട്ടിക്കൊണ്ടു പോന്നേ? അല്ല, ഇത്രയും വലിയൊരു ഡിസൈൻ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് അതിനുള്ള ഒരു പാങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആദർശ എണ്ണാണെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. എടാ, നീയാണ് കമ്പനിയുടെ MD, നിനക്ക് നാണമുണ്ടോ ഇതെന്റെ അടുത്ത് വന്ന് പറയാനായിട്ട്? ആദർശനെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെന്ന്. എന്താടാ, നിനക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ലേ? അല്ല മുത്തശ്ശ, അത് പിന്നെ എല്ലാത്തിനും പിന്നിൽ ആദർശേണ്ണുണ്ടല്ലോ. എടാ, ആരെയും കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ? നയനടുത്തിയല്ലേ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നേ, അപ്പൊ പിന്നെ ആദർശന്റെ കൂട്ടിക്കൊണ്ട് പോയാൽ എന്താ? അതിന് ഞാൻ പറഞ്ഞോ, നയനെ കൊണ്ട് ഡിസൈൻ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, പിന്നെ എന്തിനാടാ നീ ഇതൊക്കെ എന്നോടും ഒന്ന് പറയണേ? അല്ല മുത്തശ്ശ, നയനടുത്തിയാണ് വരയ്ക്കുകയൊക്കെ ചെയ്യുന്നേ, അപ്പൊ പിന്നെ എനിക്ക് ആദർശനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലേ? ഞാൻ നയനടുത്തിയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോയിക്കോ, അതിന് ആദർശനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. ആ സമയം അനി പറഞ്ഞു, മുത്തശ്ശന് ഇത്തിരി ഇത് കൂടുന്നുണ്ട് കേട്ടോ, മുത്തശ്ശന് ഇച്ചിരി വാശിയും വൈരാഗ്യവും ഒക്കെ ഇപ്പൊ കൂടുതലാ. എടാ, വയസ്സ് 10-75ആയി, ഇനിയിപ്പൊ ഇച്ചിരി വാശിയും വൈരാഗ്യം കൂടും. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട. അല്ല മുത്തശ്ശ, അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട, അവനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങോട്ട് ചെയ്താൽ മതി. പറഞ്ഞ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുക. അനി അങ്ങോട്ട് സങ്കടത്തോടെ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചിരിക്കുവാണ്. മുത്തശ്ശൻ പറഞ്ഞു, പതുക്കെ ചിരിക്കുക, അവനെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ, എന്നാലും ഇദ്ദേഹത്തിന്റെ അഭിനയമേ തകർത്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അതെ, തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ഈ പറയുന്ന ആദർശന് ഇപ്പം നല്ല സമയമല്ല, അവരുടെ സമയം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അവന് ദശാസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് മാറണം. ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുറച്ചാളും കൂടെ മുന്നോട്ട് പോകുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടി അവനൊന്ന് പോയി കിട്ടണം. അതിനുശേഷം അവൻ ഇങ്ങോട്ടേക്ക് കയറി വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. സത്യങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം, അതിനു വേണ്ടിയിട്ടല്ലേ വസ്തുരെ നമ്മൾ ഈ കിടന്ന് പെടാപ്പാടൊക്കെ പെടുന്നേ. വസ്തുനെ മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഞാനും പോയിട്ട് മനോരി പ്രാർത്ഥിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നയനമോളുടെ കൈയും പിടിച്ച് അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റണമെന്ന്. പിന്നെ നയനമോളുടെ കാര്യം അറിയാലോ, 7-ാം മാസത്തെ ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം, അതിനു വേണ്ടിയിട്ട് സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മുത്തശ്ശി പറഞ്ഞു, ഉറപ്പായിട്ട് നടക്കും. അതിനു മുമ്പ് നമ്മുടെ കൊച്ചുമോനും മോളും കൂടെ ഇങ്ങോട്ടേക്ക് വരും, ഇദ്ദേഹം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശനെ സമാധാനിപ്പിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, ഈ തവണത്തെ ഡിസൈൻ ഫെസ്റ്റിൽ ഉറപ്പായിട്ടും നയനമോള് തന്നെ ഫസ്റ്റ് അടിക്കണം, നമുക്ക് തന്നെ കിട്ടണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നയനമോൾ അതിന് വേണ്ടിയിട്ട് കിടന്ന് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു, പാവം ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ഓർക്കുമ്പോഴും എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി ആദർശനെ കാണാനായിട്ട് വന്നു. ആദർശനോട് പറഞ്ഞു, മുത്തശ്ശനോട് ഞാൻ പറഞ്ഞ ആദർശമായിട്ടാണ് കൂടെ ഞാൻ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. മുത്തശ്ശൻ പുല്ലുവിലയാ തന്നെ, മുത്തശ്ശൻ സമ്മതിക്കുന്നൊന്നുമില്ല. അതൊക്കെ പോട്ടടാ,
ദേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടേ നമ്മുടെ ഗ്രാഫ് 10% മേളില ഉയർന്നു വന്നെന്ന് പറഞ്ഞു. പിന്നെ നീ MD ആയതിനു ശേഷമല്ലേ, അതൊരു നല്ല കാര്യമല്ലേ. അപ്പോഴേക്കും അനി പറഞ്ഞു, അതെ, അച്ഛനും വല്യച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷം തന്നെയാ, എല്ലാരും ഭയങ്കര സന്തോഷം തന്നെയാ. പക്ഷെ എനിക്ക് അത്രമാത്രം വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ആദർശേണ്ട എത്രയും പെട്ടെന്ന് അവിടേക്ക് വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ആദർശ് പറഞ്ഞു, എടാ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നീ എല്ലാ കമ്പനിയുടെ MD, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ആ സമയത്ത് അവരുടെ അടുത്തേക്ക് നയനയും നന്ദുവും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നേ. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനി ഒരു അന്താളിപ്പോടുകൂടി നന്ദുവിനെ നോക്കി. നന്ദു ഇവിടെ ഉണ്ടായിരുന്നോ? നയന പറഞ്ഞു, നന്ദു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നന്ദുവിന്റെ നെറ്റിയിൽ ആ ബാൻഡേജ് കണ്ടത്. ഇതെന്ത് പറ്റി, നെറ്റിയിലൊരു ബാൻഡേജ് ഒക്കെ? അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതിന്നലെ ഇവൾക്ക് പോലീസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ കയറുന്ന ആക്രമിച്ചു. അപ്പൊ അതിന്റെ കുറച്ച് പാടുകളും കാര്യങ്ങളും ആന്ന് പറഞ്ഞു. അനി ഒരു ഞെട്ടലോട് നന്ദുവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ഈ AN ജ്വല്ലറിക്കാരൊരു തലവേദനയായിട്ട് മാറിയിരിക്കുമല്ലേ, അവന്മാരെ കൊണ്ടൊരു സ്വൈര്യതയില്ലല്ലോ, ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. നയന പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, ഇന്നലെ പോലീസ് ക്ലബിൽ മീറ്റിങ്ങിന് തന്നെയാണ് ഇവള് പോയെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട് അമ്മയ്ക്ക്. അമ്മ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടപ്പം നന്ദുവിനെ ഒന്ന് അനിയൊന്ന് നോക്കി. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മയ്ക്ക് വെറുതെ ഓരോ സംശയം കൊണ്ട് ഓരോന്നൊക്കെ തോന്നാം. എപ്പോഴും അതെ, അമ്മയ്ക്ക് സംശയം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നയന പറഞ്ഞു, അനി നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട, ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? അല്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് ഓർത്തിട്ട്. എങ്കിൽ ശരി, ആയിക്കോട്ടെ, പോയിക്കോ. അല്ല, അത് പിന്നെ ഞാനേ നന്ദുവിന്റെ വീടിന്റെ എവിടെ പോന്നേ, ഞാൻ അവിടെ വേണം ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ആദർശ് പറഞ്ഞു. ഞാൻ കൊണ്ടേ ആയിക്കോളാം, അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ നിന്റെ കൂടെ ഇനി ഇവിടെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നന്ദുവിന്റെ അമ്മ ഞങ്ങളെ ചീത്ത പറയും. വെറുതെ എന്തിനാ ഞങ്ങളെ ചീത്ത കേൾക്കുന്നേ? അപ്പോഴേക്കും അനി പറഞ്ഞു, ആദർശേട്ടാ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞങ്ങള് തമ്മിൽ നല്ല ഫ്രണ്ട്സാ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാനാണെങ്കിലോ നന്ദുവിനെ അങ്ങനെ കാണാറ് പോലും ഇല്ല. നന്ദുവിനെ അന്ന് നയനെടുത്തില്ല 3-ാം മാസ ചടങ്ങിന്റെ സമയത്താ കണ്ടേ. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെനിക്കറിയാം, അന്നത്തെ നോട്ടം കാര്യങ്ങളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കാൻ നല്ലത്. അപ്പോഴേക്കും അനി ശരിക്കും ഒന്ന് ചമ്മി. അനി പറഞ്ഞു, എന്താ നയനെടുത്ത് ഇങ്ങനെയൊക്കെ? അതെ, കൂടുതലൊന്നും പറയണ്ട, നീ പോവാനായിട്ട് നിൽക്കുമല്ലേ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ദേ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അനി ഇങ്ങനെ പോവാൻ നിന്നിട്ട് അനി ഇങ്ങനെ ആപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. നയന വെച്ച്, എന്താ പോകുന്നില്ലേ, എന്തേലും മറന്നു വെച്ചോ? ഒന്നുമില്ല, പോയി കളാന്നും പറഞ്ഞ് അനി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നന്ദുവിനോട് ആദർശ് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ തമ്മിൽ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ആ പ്രണയം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നാവ് കള്ളം പറഞ്ഞാലും മോഹം കള്ളം പറയണില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി അറിയാം, രണ്ടുപേരുടെ മുഖത്ത് രണ്ടുപേരും നമ്മൾ ആ ഇഷ്ടത്തിന്റെ ആഴം അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നയന പറഞ്ഞു, അത് ശരിയാ നന്ദു, നീ ഇനിയിപ്പോ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും ഇത് മാത്രം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിച്ചിട്ട് പറഞ്ഞു, എന്റെ നയനേച്ചി അങ്ങനൊന്നും ഇല്ല, അതൊക്കെ നയനേച്ചിക്ക് വെറുതെ തോന്നാ, എന്റെ മനസ്സിൽ അവൻ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി. നയനിക്കും ആദർശനും മനസ്സിലായി അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാന്ന്. കാരണം അവർ തമ്മിൽ കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് അബിയും നാഗേന്ദ്രനും ഡേവിഡും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ നാഗേന്ദ്രൻ കയ്യിൽ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഇത്തവണത്തെ ഇന്റർനാഷണൽ ജുവലറി ഡിസൈൻ ഫെസ്റ്റില് നമ്മൾ തന്നെ ഒന്നാമതെത്തണം. നയന കളക്ഷൻസും മാളവിക കളക്ഷൻസും തമ്മിലായിരിക്കും ഇത്തവണ മത്സരം. ഉറപ്പായിട്ടും നമ്മൾ നേടിയേ മതിയാവുള്ളൂ. ഇത് കണ്ടോ, ഫ്രാൻസിൽ നിന്ന് എടുത്ത 1-2 ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് അതുപോലെ തന്നെ മാളവിക കോപ്പി ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം നമ്മൾ ഇത്തവണ ഇതൊക്കെ പ്രസന്റ് ചെയ്യിക്കാനായിട്ട്. ഉറപ്പായിട്ടും നമുക്ക് തന്നെ കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടോ കാര്യമുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഓണമാണ് വരാൻ പോകുന്നത്. ഓണത്തിന് നമ്മുടെ ജ്വല്ലറിയിലായിരിക്കണം കൂടുതൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അബി പറഞ്ഞു, ഉറപ്പായിട്ടും അത് കിട്ടും. ഈ തവണ മാളവിയെ തൂക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഡേവിഡ് പറഞ്ഞു, കഴിഞ്ഞ തവണ എന്നിട്ട് അത് കണ്ടില്ലോ, അത് കഴിഞ്ഞ തവണ. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, മാളവിക ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ഇത്തവണത്തെ ഈ ഫെസ്റ്റില് നമ്മൾ തന്നെ വിജയിക്കു വച്ചാ. നാഗേന്ദ്രൻ പറഞ്ഞു, വിജയിക്കണം. ഓണത്തിന് നമ്മുടെ കമ്പനിയിലായിരിക്കണം സെയില് കൂടുതൽ നടക്കാനായിട്ട് പോകേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും മൂർത്തി ജ്വല്ലറിക്കാർ കയറി വരാനായിട്ട് പാടില്ല. അറിയാലോ, നമ്മൾ തന്നെ ഒന്നാമതെത്തണം. വിഷുവിന് നമ്മൾ ഒന്നാമതെത്തി, അതുപോലെ തന്നെ ഈ ഓണം നമ്മൾ കൈ അടയ്ക്കുക മതിയാവുള്ളൂ. അബി പറഞ്ഞു, ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നാഗേന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ് അബി. കുറച്ച് കഴിഞ്ഞപ്പം അബിയും ഡേവിഡും കൂടെ മാളവിയുടെ അടുത്തേക്ക് വന്നു. അപ്പം മാളവിയുടെ ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നീട് ഡേവിഡ് പറഞ്ഞു, അറിയാലോ ഈ തവണത്തെ ഇന്റർനാഷണൽ ഫെസ്റ്റിന് നമ്മൾ വേണം ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനായിട്ട്. ഒരു കാരണവശാലും മോസ്തി ജ്വല്ലറി കൊണ്ടുപോകാൻ പാടില്ല. അഭി പറഞ്ഞു, അതെന്താണല്ലോ ഉറപ്പുള്ള കാര്യം സാറേ, നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ ഡീല് കിട്ടിയില്ല, ആ സ്വിറ്റ്സർലാൻഡ് കമ്പനി ആയിട്ടുള്ള. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് പുറമേ നിന്ന് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ തേടേണ്ടി വരും, ചിലപ്പോൾ ആരുടെയിലൊക്കെ സഹായം വേണ്ടി വരും. അത് കേട്ടപ്പോൾ മാളി പറഞ്ഞു, അതിനൊന്നും എനിക്ക് വിരോധമില്ല സാറേ, പക്ഷെ നമ്മുടെ ജ്വല്ലറി ഒന്നാമതെത്തിയാൽ മാത്രം മതി, എനിക്കത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അത് പിന്നെ മാളവി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ, നമുക്ക് തന്നെ കിട്ടും. ഈ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നേ. നവ്യ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നവ്യ പെട്ടെന്ന് ക്യാബിനകത്തേക്ക് കയറി വരിക. നിങ്ങളെല്ലാവരും എന്തിനാ മാളവിക്ക് പ്രഷർ കൊടുക്കുന്നേ? മാളവിക ചെയ്യട്ടെ, ഉറപ്പായിട്ടും നമുക്ക് തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു തടസ്സവും ഇല്ല. അപ്പോഴേക്കും അഭി പറഞ്ഞു, നിനക്കറിയാലോ മാളവികയെ, ഈ പറയുന്ന നയനയുണ്ടല്ലോ, അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും അവള് ഇതിന് വേണ്ടിയിട്ട് കിടന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അവൾ ആ കുടുംബത്തിലേക്ക് എന്ന് കയറി വന്നോ അന്ന് തുടങ്ങിയ കഷ്ടകാലം ആ കുടുംബത്തിലുള്ളവരുടെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യക്ക് ഇങ്ങനെ പെരുത്ത് കയറി. പക്ഷെ നവ്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്യണം. നവ്യ പറഞ്ഞു, അത് ഉറപ്പായിട്ടും വിൻ ചെയ്യും സാറേ, സാറ് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, സാറൊരു കാര്യം ചെയ്ത് ക്യാബിലേക്ക് പോയിക്കോ, ഞാൻ മാളവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താളാന്ന് പറഞ്ഞു. അങ്ങനെ ഡേവിഡ് ക്യാബിലേക്ക് പോയി. നവ്യ അവിടെ നിൽക്കുന്ന സമയത്ത് നവ്യയുടെ അഭി പറഞ്ഞു, നീയും ക്യാബിൽ പോയിരുന്നോ, ഞാൻ മാളവിയായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. നവ്യക്ക് മനസ്സിലായോ അവൻ്റെ ഉദ്ദേശം എന്താന്ന്. അങ്ങനെ മാളവിയുടെ അടുത്ത് അഭി നിൽക്കുന്ന സമയത്ത് മാളവിക ഒന്ന് രണ്ട് ഡിസൈൻ എടുത്ത് കാണിക്കുകയാണ്. ആ സമയം അഭി അതങ്ങോട്ട് പതുക്കെ വാങ്ങിക്കുന്ന സമയത്ത് മാളവികയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. മാളവിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇതൊക്കെ സഹിച്ചല്ലേ മതിയാവുള്ളൂ, കുറച്ച് നാളത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് മാളവികൊന്നും മിണ്ടിയില്ല. അഭി ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇവിടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മാളവി പറഞ്ഞു, അത് കംപ്ലീറ്റ് ആയിട്ടല്ല സാറേ, കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ശരി ശരി, എങ്കിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ, ഞാൻ നോക്കിയിട്ട് അഭിപ്രായം പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അഭി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് മാളവിക്ക് ശരിക്കും ശ്വാസം നേരെ വീണത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. മെസ്സേജ് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ നയന ഞെട്ടിപ്പോയി. ജ്വല്ലറിക്കാരെ ഈ തവണത്തെ ഡിസൈൻ ഫസ്റ്റ് ഒന്നാമത്തെ എത്താനായിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. കാരണം മാളിവ്യ കളക്ഷൻസും നയന കളക്ഷൻസും ഒന്നാണല്ലോ. കാരണം 2 ഡിസൈനർമാരും ഒരാൾ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ്. അപ്പോഴേക്കും നയന ഞെട്ടി. ഇതെങ്ങനെ അയാൾ മനസ്സിലാക്കുന്ന ഒരു ചിന്തയായിരുന്നു ഈ മെസ്സേജ് അയക്കുന്ന ആള്. അപ്പോഴേക്കും ആദർശ് വന്നു. ആദർശിനെ മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാലും ആരായിരിക്കും ആദർശേട്ടാ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? അതാരെങ്കിലും ആട്ടെ, അതിന്റെ പിന്നാലെ പോകാൻ ഇപ്പം നമുക്ക് സമയമില്ല. പിന്നെ അറിയാലോ, ഈ ഡിസൈൻ ഫെസ്റ്റ് നമ്മൾ തന്നെ ഒന്നാമതെത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നയന പറഞ്ഞു, ഉറപ്പായിട്ടും ഒന്നാമതെത്താൻ സാധിക്കും ആദർശേട്ടാ. പിന്നെ അറിയാലോ, ഈ ഓണത്തിന് നമ്മൾ തന്നെ വേണം മുൻപന്തിയിൽ എത്താനായിട്ട്. അതിനുശേഷം വേണം മുത്തശ്ശന് മുന്നിലേക്ക് എല്ലാനായിട്ട്. അത് കേട്ടപ്പം നയന പറഞ്ഞു, അത് ശരിയാ, മുത്തശ്ശനും മുത്തശ്ശി നമ്മളെ ഉറപ്പായിട്ടും വീട്ടിലേക്ക് വിളിക്കൂന്ന് പറഞ്ഞു. വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും എനിക്കില്ല. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, മുത്തശ്ശന്റെ സ്വഭാവത്തിൽ ഇപ്പൊ വലിയ മാറ്റമല്ലേ? അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ, മുത്തശ്ശൻ ഉറപ്പായിട്ടും വിളിക്കും, വിളിക്കാതിരിക്കില്ല. വിളിക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ എന്നെ വിളിച്ചില്ലേലും ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു, നിന്നെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. മുത്തശ്ശന്റെ ദേഷ്യം ഇതുവരായിട്ട് മാറിയിട്ടില്ലാന്ന് തോന്നേ. അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ, ആദർശേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇപ്പം ഞാൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല. എൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെ ജ്വല്ലറി തറ പറ്റിക്കാന്നുള്ളേ. അതധികം വൈകാതെ തന്നെ നടക്കും. അതിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുമെന്നും പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോയി. എനിക്ക് സന്തോഷമായി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.